മുട്ടിലെ തകരാറ് ഗണിച്ചറിയാൻ പറ്റും. മുട്ടിന്റെ പുറകിൽ 9 മർമ്മസ്ഥാനങ്ങളുണ്ട്. ആ മനുഷ്യന്റെ ജന്മവർഷം അതിനെ കൊല്ലവർഷമായിട്ട് കൺവെർട്ട് ചെയ്യണം. അതായത് നമ്മൾ ജനിച്ച വർഷത്തിനെ 816 കുറച്ചാൽ കൊല്ലവർഷം കിട്ടും. ആ കൊല്ലവർഷത്തിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗണിതത്തിൽ മുട്ടിന്റെ പുറകിലെ ഏത് നാഡിയിൽ സ്പർശിച്ചാൽ, ഏത് പോയിന്റിൽ സ്പർശിച്ചാൽ അയാളുടെ വേദന മാറും. മനുഷ്യന്റെ അസ്ഥി തേഞ്ഞു പോകുന്നു എന്ന് ഒരു ശാസ്ത്രവും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. മുട്ടിന്റെ തേയ്മാനമേ ഇല്ല. ഡിസ്ക് തെന്നി പോകുന്നില്ല, ഞരമ്പ് പിണഞ്ഞു പോകുന്നില്ല. ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഞരമ്പ് പിണഞ്ഞു പോയി, ജോർജ് ഗുരുക്കൾ അതിനെ അങ്ങ് പിടിച്ചിട്ടു. ഈ നടുവേദനയുടെ രഹസ്യം, അരക്കെട്ടിന്റെ ഉള്ളിൽ ഒരു മസിലുണ്ട്. മസിലുകളുടെ രാജാവെന്നാണ് ഈ മസിലിനെ വിളിക്കുന്നത്. ഈ മസിലുണ്ട് നമ്മുടെ അരക്കെട്ടിൽ. നമുക്ക് പുറത്തു നിന്ന് നേരിട്ട് അതിലേക്ക് കൈ കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല. നിൽക്കാൻ ഒരു നിമിഷം പോലും പറ്റാത്ത ഈ കാലിലേക്ക് ഇറങ്ങിയുന്ന വേദനയുണ്ട്. മനുഷ്യൻ എസ് പോലെ വളഞ്ഞു പോകുന്ന വേദന നമുക്ക് 2 മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും. നമ്മുടെ ചികിത്സാ സങ്കല്പത്തിൽ ദൈവമില്ല. ഒരു ദൈവവും ഒരിടത്തിരുന്നും നമ്മുടെ കർമ്മഗതികളെ നിയന്ത്രിക്കുന്നില്ല. പൂർവികരുടെ കർമ്മവാസനയുമായിട്ട്, ജനിതക സ്മൃതികളുമായിട്ട് ജനിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ രോഗത്തിന് കാരണമായ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലാ ദർശനങ്ങളെയും എല്ലാ ധർമ്മത്തിനെയും ഒരേപോലെ കാണണം ചികിത്സിക്കാൻ വരുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്നവൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആണെന്നല്ല. പഞ്ചകോശങ്ങളും സപ്തധാതുക്കളും നിറഞ്ഞ ഒരു മനുഷ്യ ശരീരമാണ്. രോഗം അവസാനമല്ല, ചികിത്സ കച്ചവടവുമല്ല. പണമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ തള്ളിക്കളയത്തില്ല. പണം ചാണകം പോലെയാണ്. ഈ രോഗവും നമ്മുടെ ജാതകവും ജീവിതവും സ്പിരിച്വാലിറ്റിയും ആത്മീയതയും ഒക്കെ വല്ലാതെ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് നിങ്ങൾ സാധാരണ മോഡേൺ മെഡിസിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്ത് അവരെ സുഖപ്പെടുത്തി, അവരെ നിങ്ങളോട് ചേർത്ത് നിർത്തി ഒരു കമ്മ്യൂൺ പോലെ, പുതിയ ആൾക്കാർക്ക് അവിടേക്ക് എത്താൻ പറ്റാത്ത പോലെ തിരക്ക് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും ഒരു വിഭാഗത്തിന് നിങ്ങൾക്ക് സുഖം നൽകാൻ അല്ലെങ്കിൽ ചികിത്സ നൽകി അവരുടെ രോഗത്തിൽ നിന്ന് മുക്തി നൽകാൻ കഴിയുന്നില്ല. ഇതിനെ മറ്റൊരു തലത്തിൽ കാണേണ്ടതുണ്ടോ? അതിനെ മറ്റൊരു തലത്തിൽ കാണേണ്ടതില്ല. ചികിത്സ തികച്ചും അല്ല, ഇപ്പം ചിലർക്ക് ചില രോഗങ്ങൾ മുജ്ജന്മമാണ്, ചിലർക്ക് ഇയാളുടെ യോഗമാണ്, അല്ലെങ്കിൽ ചില രോഗങ്ങളിൽ നിന്ന് ഇയാൾക്ക് മുക്തി. രോഗം എന്ന് പറഞ്ഞാൽ ഒരു നരകമാണ്. ആ നരകത്തിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതിന് ആ മുക്തി നൽകുന്ന ഒരാളെ കണ്ടെത്തുക, ആ ചികിത്സാ സ്ഥലത്ത് എത്തുക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ മറ്റൊരു യോഗമായി കാണുന്ന ആൾക്കാരുണ്ട്. ചിലർ എവിടെ എത്തിയാലും ക്യൂർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ തലം, അതിനെ മറ്റൊരു രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഫാക്ടേഴ്സ് അതിൽ ബ്ലെൻഡഡായി കാണേണ്ടതുണ്ടോ? പൂർവജന്മാർജിതം കൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നൊരു ചൊല്ലുണ്ട്. പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മങ്ങളാണ് വ്യാധിയായിട്ട് പോകുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെ യുക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളുമായിട്ടും ചില മിസ്റ്റിക്കൽ കാര്യങ്ങളുമായിട്ടും കൊണ്ടുവന്നിട്ട് യോജിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ചികിത്സാ സങ്കല്പത്തിൽ ദൈവമില്ല എന്നുള്ളിടത്തു നിന്നാണ് നമ്മുടെ ചികിത്സാ സങ്കല്പം തുടങ്ങുന്നത്. നമുക്ക് ദൈവമില്ല. ഒരു ദൈവവും ഒരിടത്തിരുന്നും നമ്മുടെ കർമ്മഗതികളെ നിയന്ത്രിക്കുന്നില്ല. ഈ ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. ഈ പ്രകൃതിയിൽ ഒരു ശക്തിയുണ്ട്, ഒരു എനർജി ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ പ്രകൃതിയിൽ ഉള്ള ശക്തികൾ ഈ പറയുന്നത് പോലെ ഒരു അഭൗമമായ ശക്തി ഉണ്ടെന്നും ദിവ്യശക്തി ഉണ്ടെന്നും പ്രകൃതിയിൽ, ഈ ചികിത്സയുടെ അടിസ്ഥാനത്തിൽ, ഈ ശാസ്ത്രത്തിൽ അങ്ങനൊരു സങ്കല്പമേ ഇല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളൊക്കെ തന്നെ അയാളുടെ ഉള്ളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അയാളുടെ പ്രജ്ഞയിൽ, ഇപ്പോൾ DNA എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാനുള്ള ആളല്ല ഞാൻ. ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ അയാളുടെ പ്രജ്ഞയിൽ രേഖപ്പെടുത്തുന്നു. പ്രജ്ഞ അപരാധം എന്നൊരു വാക്കുണ്ട്. ഇപ്പോൾ ബൈബിളിലെ ഒരു കോട്ടിങ് എടുത്താൽ, പിതാക്കന്മാരുടെ പാപം പുത്രന്മാരിലേക്ക് വരുന്നു. എന്താണ് പാപം? പാപം വരുന്നെങ്കിൽ പുണ്യവും വരണമല്ലോ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങളുടെ കാമ്യ കർമ്മങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പുത്രനിലേക്ക് പകരും. ഉറപ്പായിട്ടും
ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ പൂർവികർ ചെയ്ത കർമ്മഫലവുമായിട്ടാണ് ഞാൻ വരുന്നത്. അവരുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ എൻ്റെ അകത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഈ കർമ്മങ്ങളാണ് നമുക്ക് രോഗം വരുത്തുന്നതും. ഈ പൂർവജന്മാർജിതം കൃതം എന്ന് പറയുന്നത് തന്തയും തള്ളയും ഒക്കെ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഗർഭിണി ചക്ക മുറിക്കരുതെന്ന് പോലും പറയും. ഗർഭിണി ചക്ക മുറിക്കുമ്പോൾ ചക്കക്കുരു മുറിയും അത്രേ. അങ്ങനെ ഒരു ഹിംസ പോലും ചെയ്യരുത്. ചക്കക്കുരു അടുത്ത തലമുറ കൊണ്ടുവരാനുള്ളതാണ്. ഇതൊരു പ്രാദേശികമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് അവൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജനിതക ഘടനയോട് കൂടിയിട്ടാണ്. ആ ജനിതക ഘടനയനുസരിച്ച് അവൻ ഇവിടെ എന്തിനു വന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത് ചെയ്താൽ നമ്മളുടെ ജീവിതത്തിൽ സംഘർഷമില്ലാതെ വരും. അപ്പോൾ പൂർവികരുടെ കർമ്മവാസനയുമായിട്ട് ജനിതക സ്മൃതികളുമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ രോഗത്തിന് കാരണമായ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെ നമ്മൾ എന്തു ചെയ്യും? തോണ്ടി ഉണർത്തും. നമ്മുടെ വാസനകൾ കൊണ്ടും നമ്മളുടെ പരിസരവും സൗഹൃദവും മറ്റു പലതും ചേർന്ന് നമ്മളിൽ കിടക്കുന്ന രോഗത്തിൻ്റെ കാരണത്തിനെ തോണ്ടി ഉണർത്തും. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വാസ്തവമുണ്ട്. ഇതല്ലാതെ ദൈവകോപമോ ദൈവശാപമോ നാഗകോപമോ കൊണ്ട് മനുഷ്യന് രോഗം വരില്ല. യുക്തിക്ക് നിരക്കാത്ത ഇത് പറയുന്നത് ഞാൻ കീർത്തികുമാർ എന്ന് പറയുന്ന വ്യക്തിയല്ല, ഭാരതത്തിലെ പാരമ്പര്യ ശാസ്ത്രങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ചാത്തൻ്റെ സേവ നടത്തി രോഗം വരുത്തി എന്ന് പറയും. ഇപ്പോ ഒരു മന്ത്രവാദി പെരുമ്പാവൂര് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ ഇരുന്ന് എല്ലാ ദിവസവും എനിക്കെതിരെ മന്ത്രവാദം ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ മാസവും എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എനിക്ക് എല്ലാ ദിവസവും അയാൾ പല പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞാൻ അറിയും. പലരോടും അയാൾ പറയും, അവൻ മുടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ പൂജ ചെയ്യുന്നു, ഈ കർമ്മം ചെയ്യുന്നു. അവൻ മന്ത്രവാദം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉയർച്ചയുണ്ടായി. ഇത് നമുക്ക് പല അന്ധവിശ്വാസങ്ങളും ഈ ചികിത്സയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. വൈദ്യന്റെ ദിവ്യശക്തി കൊണ്ടാണ് ഒരാൾ സുഖപ്പെടുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. വൈദ്യന് യാതൊരു ദിവ്യശക്തിയില്ല. എല്ലാവർക്കും ഉള്ള പോലുള്ള ശക്തിയുള്ളൂ. വൈദ്യം കൊടുക്കുന്ന മരുന്നും വൈദ്യന്റെ നിരീക്ഷണവുമാണ് അവിടെ പ്രധാനം. ആ മുഹൂർത്തം. അപ്പോൾ നമുക്കൊരാൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നമ്മുടെ മനസ്സിൽ ഉണരണം. ഇപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് നടന്നത് എന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ചോദിച്ചാൽ അങ്ങേക്ക് അതിൻ്റെ ഉത്തരം ആ നിമിഷം മനസ്സിൽ വരണം. അത് വന്നില്ലാതെ നമ്മൾ തപ്പിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒരാൾ വന്ന് അയാളുടെ വിഷമം പറയുമ്പോൾ ആ നിമിഷം നമ്മളുടെ ഉള്ളിൽ അതിൻ്റെ ഉത്തരം ഉണർന്നു വരും. ആ ഉത്തരം ഉണരുന്നത് ദിവ്യശക്തി കൊണ്ടല്ല, നമ്മളുടെ സ്മൃതികളിൽ ഇത് നമ്മൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആവണക്ക് കണ്ടിട്ടുള്ളത് കൊണ്ടും ആവണക്കിൻ്റെ ഗുണം അറിയുന്നത് കൊണ്ടുമാണ് ഒരാളൊരു രോഗം പറയുമ്പോൾ എനിക്ക് നിമിഷ നേരം കൊണ്ട് ആവണക്കെന്നോ കറുകയെന്നോ ഒരു ഉത്തരം വരുന്നത്. ഇത് പഠിക്കണം. ദിവ്യജ്ഞാനം കൊണ്ട് വരില്ല. ദൈവമേ എന്ന് വിളിച്ചിട്ടുള്ള ഒരു പരിപാടി ഇതിനകത്തില്ല. എന്നാൽ വിപുലമായ തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേവതാ വിജ്ഞാനമാണ് മനുഷ്യ ശരീരത്തിനെ നിയന്ത്രിക്കുന്നതെന്നാണ് മർമ്മശാസ്ത്രം പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും മതമോ പ്രത്യേകിച്ച് ഏതെങ്കിലും മനുഷ്യരോടോ വിരോധമോ പ്രത്യേകിച്ച് ഏതെങ്കിലും സമ്പ്രദായത്തിനോട് അകൽച്ചയോ ഒന്നുമില്ല. എല്ലാ ദർശനങ്ങളെയും എല്ലാ ധർമ്മത്തിനെയും ഒരേപോലെ കാണണം ചികിത്സിക്കാൻ വരുന്നവൻ. നമ്മുടെ മുമ്പിൽ വരുന്നവൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആണെന്നല്ല. നമ്മുടെ മുമ്പിൽ വരുന്നവൻ പഞ്ചകോശങ്ങളും സപ്തധാതുക്കളും നിറഞ്ഞ ഒരു മനുഷ്യ ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ ആദിഭൗതികവും ആധ്യാത്മികവും ആദിദൈവികവുമായ ഏതൊക്കെ തകരാറുകളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടുന്ന പരിഹാരം കൊടുക്കുന്നതാണ് ഈ വിദ്യയുടെ അടിസ്ഥാനം. ഇത് തന്ത്രശാസ്ത്രം തന്നെയാണ്. ഇത് തന്ത്രശാസ്ത്രം തന്നെയാണ്. അപ്പോൾ ഒരാൾ മുട്ടുവേദനയുമായിട്ട് വരുമ്പോൾ നമ്മൾ അവരോടൊന്നും പോയിട്ട് ഈ സിദ്ധാന്തം ഒന്നും പറയാൻ നിൽക്കത്തുമില്ല. വേദനിക്കുന്നവൻ്റെ അടുത്ത് പോയിട്ട് വേദാന്തമല്ല പറയേണ്ടത്. അപ്പോൾ അത് എവിടെ തൊട്ടാൽ അവൻ്റെ വേദന മാറും. ഗണിതമുണ്ട്.
മുട്ടിലെ തകരാറ് ഗണിച്ചറിയാൻ പറ്റും. ആ ഗണിതം, മുട്ടിൻ്റെ പുറകിൽ 9 മർമ്മസ്ഥാനങ്ങളുണ്ട്. ആ മനുഷ്യൻ്റെ ജന്മവർഷം അതിനെ കൊല്ലവർഷമായിട്ട് കൺവെർട്ട് ചെയ്യണം. അതായത് നമ്മൾ ജനിച്ച വർഷത്തിനെ 816 കുറച്ചാൽ കൊല്ലവർഷം കിട്ടും. ആ കൊല്ലവർഷത്തിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗണിതത്തിൽ മുട്ടിൻ്റെ പുറകിലെ ഏത് നാഡിയിൽ സ്പർശിച്ചാൽ, ഏത് പോയിന്റിൽ സ്പർശിച്ചാൽ അയാളുടെ വേദന മാറും എന്നുള്ള കൃത്യമായിട്ട് ഇപ്പോൾ ഓരോ മോഡൽ കാറുകളിലും ഓരോ സിസ്റ്റം ഉള്ള പോലെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗണിച്ചറിയാൻ പറ്റും ഇതിന്. അപ്പോൾ കണക്ക് ഈ ചികിത്സയിൽ ഉണ്ട്. പക്ഷെ വരുന്നവൻ്റെ അടുത്ത് നിന്റെ കണക്ക് തെറ്റാണ് ഇതൊന്നുമല്ല പറയുന്നത്. വരുന്ന ആൾക്ക് വേദന മാറണം. അയാളുടെ വിഷമം എന്താ? ആരോ പറഞ്ഞു എൻ്റെ മുട്ട് തേഞ്ഞു പോയി. മനുഷ്യൻ്റെ അസ്ഥി തേഞ്ഞു പോകുന്നു എന്ന് ഒരു ശാസ്ത്രവും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനൊന്നും ഇല്ലെന്നാ പറയുന്നത്. അതെ, മുട്ടിന്റെ തേയ്മാനമേ ഇല്ല. ഇന്ന് വരെ ഒരു ഡോക്ടറെങ്കിലും മുട്ട് തേഞ്ഞു പോയി എന്ന് എഴുതി കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യന്റെ മുട്ട് തേഞ്ഞു പോകുന്നതേയില്ല. അപ്പൊ ഈ മുട്ടുമാറ്റലും ഇതൊക്കെ ഒരു സ്കാം ആണല്ലേ? അല്ല, മുട്ട് മാറ്റി വെക്കുന്നത് തികച്ചും ശാസ്ത്രീയവും യുക്തിസഹവുമാണ്. ഞാൻ എൻ്റെ ഈ നല്ല പ്രായത്തിൽ ഒരുപാട് പേരുടെ മുട്ട് സുഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു അപകടം ഉണ്ടായി. ഒരു ബുള്ളറ്റ് എൻ്റെ കാലിൽ കൂടെ കയറിപ്പോയി. എൻ്റെ മുട്ട് തകർന്നു പൊടിഞ്ഞ് തരിപ്പണമായി പോയി. ഒരു വെടിയുണ്ട കയറി. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കാല് മുറിച്ചു കളയണോ? അവിടെ എനിക്ക് ഉപയോഗിക്കാൻ മനുഷ്യന്റെ പുരോഗതിയിൽ മനുഷ്യൻ തന്നെ കണ്ടെത്തിയ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം കണ്ടെത്തിയല്ല, മനുഷ്യൻ തന്നെ. അതൊക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ. പക്ഷെ മുട്ട് തേഞ്ഞു പോയി മാറ്റി വെക്കണം എന്നുള്ള സാഹചര്യം സ്കാം ആവാലോ. അങ്ങനെയും ഉണ്ട്. പക്ഷെ ഇപ്പോ ഒരു കാലത്ത് ഒരു മുട്ട് മാറ്റി വെക്കുന്നതിന് 4 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം പണികൾക്കൊന്നും അധികം ആരും നിൽക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗുരുകുലം തുടങ്ങി വെച്ച ഒരു ട്രെൻഡിൻ്റെ പുറകിലാണ് ഇന്ന് കേരളത്തിലെ പ്രമുഖമായ ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ. മുട്ടുവേദന ഇത്രയും വിപുലമായ ഒരു പ്രശ്നമാണെന്നും മുട്ടുവേദനയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണിത് ഈ ക്യാമ്പയിനിങ് കേരളത്തിൽ തുടങ്ങുന്നത്. മർമ്മ ഫോർ കർമ്മ എന്നായിരുന്നു ആ ക്യാമ്പയിനിങ്ങിൻ്റെ പേര്. മുട്ടു തേയില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള ആധുനിക ഹോസ്പിറ്റലുകളുടെ പരസ്യം എന്ന് മാത്രമല്ല, പല ഹോസ്പിറ്റലുകളിലും ബ്ലോഗർമാരെയൊക്കെ വെച്ച് തങ്ങളുടെ ചികിത്സ കൊണ്ട് മുട്ടുവേദന മാറിയതിനെ കുറിച്ച് ജനങ്ങളെ അവയർനെസ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഞങ്ങളെ കോപ്പിയടിച്ചുകൊണ്ട്. ഇത് നമ്മുടെ ചുറ്റും കാണാവുന്ന പ്രമുഖ ഹോസ്പിറ്റലുകൾ, ഡോക്ടർമാർ, നിരവധി നല്ല നല്ല ഡോക്ടർമാർ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ മുട്ട് തേയുന്നില്ല, മുട്ട് തേഞ്ഞു പോകുന്നില്ല, ഡിസ്ക് തെന്നി പോകുന്നില്ല, ഞരമ്പ് പിണഞ്ഞു പോകുന്നില്ല. ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഞരമ്പ് പിണഞ്ഞു പോയി, ജോർജ് ഗുരുക്കൾ അതിനെ അങ്ങ് പിടിച്ചിട്ടു. എവിടെ പോയതാ? ഡിസ്ക് പിടിച്ചിടാൻ പോയതാ. ഡിസ്ക് തെന്നി പോകുന്നില്ല, ഞരമ്പ് പിണഞ്ഞു പോകുന്നില്ല. ഡിസ്കിൻ്റെ ഭാഗത്തൊരു ബൾജിങ് വരും, അത് അവിടെ വരുന്നൊരു നീർക്കെട്ടാണ്. ചികിത്സിച്ച് നമുക്ക് തെളിവുകളോടുകൂടി ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് നടുവിൻ്റെ ഈ നീർക്കെട്ട്. മനുഷ്യൻ്റെ അസ്ഥി തേഞ്ഞു പോകുന്നില്ല. അല്ല, അപ്പം അങ്ങേക്കുണ്ടായിരുന്ന നടുവേദനയുടെയും അടിസ്ഥാനം ഇത്തരത്തിലൊരു അവസ്ഥയായിരുന്നു. എൻ്റെ നടുവേദന മാറിയത് ഒരു ചെറിയ മരുന്ന് ഈ അടിയും തട്ടും തന്നു. ആ സമയത്ത് എൻ്റെ വേദന മാറി. പിന്നീട് അതിൻ്റെ കാരണത്തിനെ മാറ്റാനായി പാലിലൊരു പച്ചമരുന്ന് ചേർത്ത് കഴിക്കാൻ പറഞ്ഞു. അതേ മരുന്നും പ്രയോഗവും ഇന്നും ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ നടുവേദനയുടെ രഹസ്യം, നമ്മളുടെ അരക്കെട്ടിൻ്റെ ഉള്ളിൽ ഒരു മസിലുണ്ട്, അതിനെ വാതവാഹി എന്ന വാക്കിൻ്റെ അർത്ഥം വവ്വാലെന്നാണ്. ഈ വവ്വാലിനെ പോലെ ഇങ്ങനെ ഒരു വവ്വാലിൻ്റെ ചിറകിൽ പിടിച്ച് എങ്ങനെ ഇരിക്കും അതേ ആകൃതി, സോവാസ് എന്നാണ്. മസിലുകളുടെ രാജാവെന്നാണ് ഈ മസിലിനെ വിളിക്കുന്നത്. ഈ മസിലുണ്ട് നമ്മുടെ അരക്കെട്ടിൽ. നമുക്ക് പുറത്തു നിന്ന് നേരിട്ട് അതിലേക്ക് കൈ കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല.
ഇതിനകത്തുകൂടെയാണ് ഞരമ്പുകൾ കടന്നു പോകുന്നത്, കാലിലേക്ക് ഇറങ്ങുന്നതും പ്രധാനപ്പെട്ട ഞരമ്പുകൾ. അപ്പോൾ എന്തുണ്ടാകുന്നു എന്ന് വെച്ചാൽ വയറിൻ്റെ അകത്ത് വരുന്ന തകരാറുകൾ, വയറിനകത്ത് വരുന്ന നീർക്കെട്ടുകൾ, ഇൻഫെക്ഷനുകൾ ഒക്കെ ഈ മസിലിനെ, ഈ വാതവാഹി അല്ലെങ്കിൽ സോവാസ് എന്ന് പറയുന്ന മസിലിനെ ബാധിക്കുന്നുണ്ട്. ഈ നീർക്കെട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഞരമ്പുകൾ അതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളുമായിട്ട് അമരും. കാലിലേക്ക് വേദനയും കടച്ചിലും, ഏറ്റവും ഗുരുതരമായിട്ട് വരുന്ന, കരഞ്ഞുകൊണ്ട് വരുന്ന, നിൽക്കാൻ ഒരു നിമിഷം പോലും പറ്റാത്ത ഈ കാലിലേക്ക് ഇറങ്ങിയുന്ന വേദനയുണ്ട്. മനുഷ്യൻ എസ് പോലെ വളഞ്ഞു പോകുന്ന വേദന നമുക്ക് 2 മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും. എത്രയോ ആംബുലൻസിൽ കൊണ്ടുവന്ന് എത്രയോ മനുഷ്യരെ അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് ഇത് അവകാശവാദങ്ങളുടെ അപ്പുറത്തേക്ക് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, ദൃശ്യമായിട്ടും തെളിവുകളായിട്ടും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പം ഈ മനുഷ്യൻ്റെ ഡിസ്ക്, എൻ്റെ കാര്യത്തിലാണ് എനിക്കിത് ആദ്യം വന്നത്. ഡിസ്കിനകത്ത് ഞരമ്പ് കയറി കുടുങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. ഞാനിത് വിശ്വസിച്ചു. കാരണം പറയുന്നത് നമുക്കറിയാവുന്ന പലരുമാണ് പറയുന്നത്. മർമ്മത്തിനൊരു ചവിട്ട് കിട്ടിയപ്പം നടുവിൻ്റെ വിലക്കം മാറി. ആ ഒരു മരുന്ന് കഴിച്ചതോടുകൂടി 2-3 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയി. എനിക്ക് ഇന്ന് വരെ പിന്നെ നടുവേദന വന്നിട്ടില്ല. ഇത് അവിശ്വസനീയമാണ്, പക്ഷെ വിശ്വസനീയവുമാണ്. അതെ, അല്ല തെളിവുകളോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഈ പറഞ്ഞ ഇപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള, ഞങ്ങളെ കവർ ചെയ്തിട്ടുള്ള ബ്ലോഗർമാർ, അവരാദ്യം പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ബ്ലോഗ് ചെയ്യുന്നത്. അവരങ്ങനെ വരും. പക്ഷെ അവർ തിരിച്ചു പോകുമ്പോൾ അവരൊരു 10 രോഗികളെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടേ പോകാറുള്ളൂ. കാരണം ഈ കേട്ടറിവിൻ്റെ അപ്പുറത്തേക്കാണ് അനുഭവിച്ചിട്ടുള്ള അറിവ്. ഇത് കേരളത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ആര് വന്നാലും ഞങ്ങളിത് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. മാന്യനും മര്യാദക്കാരനുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ചുമ്മാതെ ഇപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് വേറൊരു പണിയില്ലെന്ന് ഇത് പോയി, അങ്ങനല്ല. ഞാനിത് പഠിക്കാൻ വേണ്ടി ഡോക്ടർമാരെയാണ് ക്ഷണിക്കുന്നത്. ചെറുപ്പക്കാരായ, ഇത് ഇന്ന് ആയുർവേദം പഠിച്ചിറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്ന ചെറുപ്പക്കാരായ ഡോക്ടർമാരുണ്ട്. ഇത് അവരാണ് പഠിക്കേണ്ടത്. കാരണം മലയാളിയുടെ പാരമ്പര്യം, അവർക്കിത് ഇതിനകത്ത് രഹസ്യം. ഇപ്പോൾ എൻ്റെ ഒപ്പം ഡോക്ടർമാരുണ്ട്, പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ചെറുപ്പക്കാരായ ഡോക്ടർമാരുണ്ട്. അവരെ അങ്ങോട്ട് അവർക്ക് സ്റ്റൈഫൻഡ് കൊടുത്ത്, അവർക്ക് നല്ല താമസവും ഭക്ഷണവും കൊടുത്ത് അന്തസ്സായി നമ്മുടെ കൂടെ നിർത്തിയിട്ട് അവരോട് ഇത് പഠിക്കാൻ പറയും. ഒറ്റ കാര്യം ഒളിപ്പിച്ചു വെക്കത്തില്ല. കാരണം അടുത്ത തലമുറയിൽ വരുന്നവർ ശാസ്ത്രീയമായ ഈ ആധുനിക പരിശീലനം കൂടെ ലഭിച്ചവരാണെങ്കിൽ, അവർ ഈ പരമ്പരയെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അവർ കളരിയിൽ ഇറങ്ങണം, പഠിക്കണം, ഞങ്ങളുടെ കൂടെ നിന്ന് അഭ്യാസങ്ങൾ ചെയ്യണം, ഞങ്ങൾ ചെയ്യുന്നത് പോലെ രോഗികളെ പരിചരിക്കണം. അവർ വരട്ടെ, അവരെ പഠിപ്പിക്കാം. ഇത് പഠിക്കാൻ താല്പര്യമുള്ളതും യോഗ്യതയുള്ളതുമായിട്ടുള്ള ഏതൊരു വ്യക്തിയെയും ഇത് പഠിപ്പിച്ചു കൊടുക്കും. ഒരു പണവും ഇങ്ങോട്ട് വാങ്ങിക്കത്തില്ല, അങ്ങോട്ട് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വരാം. കാരണം ഇത് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നിലനിൽക്കൂ. ഇനി എൻ്റെ ആയുസ് എത്ര വർഷം, എനിക്ക് ആരോഗ്യത്തോടു കൂടി എത്ര വർഷം ജീവിച്ചിരിക്കാൻ? അവിടെ ആരൊക്കെയുണ്ട് ചികിത്സയ്ക്ക്? ഇപ്പോൾ ഞാനാണ് പ്രധാനമായിട്ടും, ഇത് തുടക്കം മുതലേ മർമ്മചികിത്സ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പഠിച്ച ഡോക്ടർമാരുണ്ട്, മറ്റ് കളരിയിലെ പഠിച്ചു വന്ന വിദ്യാർത്ഥികളുമുണ്ട്. എങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നത് രാഖി എന്നൊരു പെൺകുട്ടിയുണ്ട്, സുഗന്ധിയുണ്ട്, എൻ്റെ ഭാര്യയാണ്. സുഗന്ധി ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ വേറെ പലരും പഠിച്ചു വരുന്നു. അവിടെ ഇപ്പോൾ എത്തുന്ന ആളുകൾക്കൊരു ക്രമമുണ്ട്. രാവിലെ 7 മണിക്ക് വരണം, അതിനുശേഷം ഒരു ചെറിയ ക്ലാസ് ഉണ്ട്, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെന്ന്. ആ സമയം മാറ്റി. ഇപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റ് ചില സാഹചര്യങ്ങളുള്ളത് കൊണ്ടും അവിടേക്ക് 9 മണിക്ക് എത്തി ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സംവാദമാണ്.
വരുന്നവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാസത്തിൽ എല്ലാ ദിവസവും ചികിത്സയുള്ള എല്ലാ ദിവസവും ഈ ക്ലാസ് ഉണ്ട്. ഈ കാര്യങ്ങൾ അവരോട് സംസാരിച്ച് നിങ്ങളുടെ രോഗത്തിനെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, നിങ്ങളുടെ പ്രശ്നത്തിനെ കുറിച്ചിട്ടുള്ള അതിനുള്ള പരിഹാരം എന്താണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയും. അതോ ഗ്രൂപ്പായിട്ട് പറയും? ഗ്രൂപ്പായിട്ട് വളരെ വിശദമായിട്ട് അവരുമായിട്ട് സംസാരിച്ച് അതിനകത്ത് എപ്പോഴും നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ മോഡേൺ ചികിത്സകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും വരും. ഡയബറ്റീസ് മാറ്റാനായിട്ട് നമ്മളുടെ അടുത്ത് വന്ന ഇപ്പോഴും ഉണ്ട്. ഗൈനക്കോളജിസ്റ്റുമാരുണ്ട്. ഓർത്തോ സർജനെ നടുവേദന മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ക്ലാസ്സിനകത്താണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. അതിനുശേഷമാണ് നല്ല ഭക്ഷണം. ക്ലാസ്സിന് മുമ്പ് പ്രാതൽ കൊടുക്കും, ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊടുക്കും. അതും ആ വരുന്ന രോഗിക്കല്ല, കൂടെ വരുന്നവർക്കും ഡ്രൈവർമാരുണ്ടെങ്കിൽ അവർക്കും ആ സമയത്ത് ഭക്ഷണം കഴിക്കാം. അതിനുശേഷമാണ് ചികിത്സ. നമുക്ക് അവിടേക്ക് വരുന്നവർക്ക് പണമില്ലെങ്കിലും കുഴപ്പമില്ല, ക്ഷമ വേണം. കാരണം ഇത് നമ്മളൊരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല, മനുഷ്യൻ്റെ മനസ്സിനെ എടുത്ത് കൈകാര്യം ചെയ്ത് പഠിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അല്പസമയമെടുക്കും. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പേരുദോഷം അവിടെ വന്ന എല്ലാം കൊള്ളാം, പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ളതാണ്. വേറെ വഴിയില്ല. അവരെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കണം. അതെ, അതിന് സമയമെടുക്കും. ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ എത്താനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് അടൂര്, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാർക്ക് വേണ്ടി അടൂരും, കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് കോഴിക്കോടും ഞങ്ങൾ OP ഓരോ ദിവസത്തെ സൗകര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സേവനം അവിടെയുണ്ട്? അവിടെയുണ്ട്. ഇതൊന്നും തന്നെ ഒരിക്കലും ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങി അവിടേക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വരാം എന്നൊന്നും, രോഗികളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം, കൺസൾട്ടേഷൻ മാത്രമല്ല അവിടെ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പലപ്പോഴും ഞങ്ങളുടെ മരുന്നുകൾക്കിപ്പോൾ ഞങ്ങളൊരു പുതിയ തലത്തിലേക്ക് അതിനെ മാറ്റി. വരുന്ന വ്യക്തിക്കനുസരിച്ച് മരുന്നുകൾ ഉണ്ടാക്കുക, കസ്റ്റമൈസ്ഡ്. അതായത് ഇപ്പം നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മരുന്നുകൾ അപൂർണമാണ്. വരുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ എടുത്ത് ക്രമീകരിച്ച് കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണ ആയുർവേദ ചികിത്സ എന്ന് കേട്ടാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് മരുന്ന്, 10-15 മരുന്നുകൾ, ഇങ്ങനെയൊക്കെയാണ്. ഇത്രയൊന്നും ആവശ്യമില്ല. ഒരു കഷായം മതി. ശരിയായിട്ടുള്ള ആ വ്യക്തിയെ പഠിച്ചിട്ടുള്ള കഷായമാണെങ്കിൽ ഒരൊറ്റ കഷായം മതി, ഒരെണ്ണ മതി. അപൂർവം സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഒന്നിൽ കൂടുതൽ മരുന്നുകളോ കാര്യങ്ങളോ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ വരുന്ന വ്യക്തിക്കനുസരിച്ച് മരുന്നുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പം സാധാരണ ആയുർവേദ ഡോക്ടർമാരൊക്കെ അലോപ്പതി ഡോക്ടർമാരെ പോലെ തന്നെ ഗുളികകളും കഷായങ്ങളും റെഡിമെയ്ഡ് സാധനങ്ങളും എഴുതുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ. ഈ ഫാർമസി എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. അപ്പം ഈ ഗുരുകുലത്തിലില്ല. ഇല്ല, ഞങ്ങൾ മുമ്പോട്ട് ഓടുകയല്ല, ഞങ്ങൾ പാരമ്പര്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പലരും വന്ന് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് 5 കോടി രൂപ പാറമട വിറ്റ് കിട്ടിയ കാശിരിക്കുന്നു, നമുക്ക് ഫാർമസി തുടങ്ങാം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, ഗുരുക്കളുടെ മരുന്നുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. നമുക്കത് പറ്റത്തില്ല. അങ്ങനെ മരുന്നുകൾ ഉണ്ടാക്കി നാട് മൊത്തം ഷോപ്പുകൾ ഉണ്ടാക്കി അവിടെയൊക്കെ ആ മരുന്നുകൾ വിൽക്കുന്ന, അത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ രീതിയാണത്. നമ്മൾ അതിലേക്ക് പോകില്ല, ഞങ്ങൾ പുറകിലേക്കാണ് പോകുന്നത്. നമുക്കൊരു രോഗത്തിനെ മാറ്റണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? ഈ പ്രമേഹത്തിനെയൊക്കെ പുറകിലേക്ക് നടന്നിട്ടാണ് മാറ്റാൻ പറ്റുന്നത്. തീ ചൂടാണെങ്കിൽ ആ തീയുടെ അടുത്തുനിന്ന് പതുക്കെ പുറകിലേക്ക് വരണം, തണുപ്പാണെങ്കിൽ തീയുടെ അടുത്തേക്ക് കൂടുതൽ നീങ്ങി നിൽക്കണം എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാവരും അങ്ങോട്ട് ഓടുമ്പം നമ്മൾ മാത്രം ആ പഴയ ചിട്ടയിലേക്ക് പോകാനായിട്ട്. എന്നാൽ ഇപ്പം ഞങ്ങളൊരു ഹെർബ്സ് റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് തയ്യാറാക്കി. ഇപ്പോൾ അതിൻ്റെ ട്രയൽ നടക്കുകയാണ്. നമുക്ക് ഏത് മരുന്നുകളുടെയും യോഗം അതിനകത്ത് ടൈപ്പ് ചെയ്ത് നമ്മൾ എടുത്താൽ അത് അപ്പം തന്നെ നമ്മുടെ ഫാർമസിയിലേക്ക് അതിൻ്റെ പ്രിൻ്റ് ചെല്ലുകയും അത് എടുത്ത് നമ്മളുടെ
ആ വ്യക്തിക്ക് ആ മരുന്ന് ചെല്ലുകയും ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി ഞങ്ങൾ ഇപ്പോൾ അതായത് ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയും എന്നാൽ പാരമ്പര്യത്തിലേക്ക് പോവുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങൾ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ദിവസം ആദ്യം വന്ന ഒരു രോഗി ഒരു ദിവസം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് അവൻ്റെ ചികിത്സ വരുന്നത്? അവിടെ ഒരാൾ വന്നാൽ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം 60 ദിവസമോ 90 ദിവസമോ കഴിഞ്ഞ് ഒന്നും കൂടെ വരാൻ പറയും. അപൂർവം ചിലർക്ക് 30 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. കഴിയുന്നതും നമ്മളത് അവിടെ തീർക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാലും നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒക്കെ വന്ന് കണ്ട് ഉറപ്പിക്കേണ്ടി വരും. സാധാരണ ആയുർവേദത്തിൻ്റെ ഒരു എപ്പോഴും പറയുന്ന ഒരു ന്യൂനതയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു ചികിത്സ കഴിഞ്ഞാൽ ആ വേദന മാറിക്കഴിഞ്ഞാൽ വീണ്ടും 1 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും വരും, അപ്പോൾ വീണ്ടും ചികിത്സ തുടരണം എന്നൊക്കെ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ ചികിത്സ തെറ്റാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച ഒരു ആശയം മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള മസിലിൻ്റെ പുറത്താണ്. ആ മസിൽ മാറ്റി ആ തകരാറിനെ മാറ്റിയിട്ടാണ് നമ്മൾ വിടുന്നത്. അടുത്ത വർഷം വീണ്ടും ഈ കർക്കിടകത്തിൽ വേദന ഇളകും. കർക്കിടകത്തിന് സുഖചികിത്സ ചെയ്യണം. ഈ സുഖചികിത്സ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്നത് പോലുള്ളൊരു ഏർപ്പാടാണ്. അത് കാശുള്ളവന് ചെയ്യാം, കാശില്ലാത്തവനൊന്ന് വയറിളക്കിയാലും മതി. കാശുള്ളവൻ അങ്ങനെ ചെയ്യട്ടെ. അപ്പം അത് നല്ലതാണ്. പക്ഷെ ഒരു പഞ്ചകർമ്മ ചികിത്സ ശരിയായിട്ട് ചെയ്യണമെങ്കിൽ 90 ദിവസം എടുക്കുമെന്നാണ്. എൻ്റെ മേഖല പഞ്ചകർമ്മയല്ല, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയത് ഒരു പഞ്ചകർമ്മ 6 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ചെയ്യാവുന്നതല്ല. 90 ദിവസം എടുത്തൊക്കെ ചെയ്യേണ്ട വളരെ വിസ്തൃതവും സമഗ്രവുമായ മനുഷ്യൻ്റെ ശരീരത്തിനെ അടിമുടി പരിഷ്കരിക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് പഞ്ചകർമ്മ. പക്ഷെ അതിന് സമയമെടുക്കും. കീർത്തികുമാർ എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ സാധാരണ മർമ്മ ചികിത്സകരെല്ലാം ഗുരുക്കൾ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു ട്രെയിൻ യാത്രയിൽ നടുവേദനയായിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ജീവിതം തന്നെ വേണ്ട എന്ന് വെക്കാനായിട്ട് ഒരു ട്രെയിൻ യാത്ര നടത്തുകയും ഒരു ഗുരുവിനെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ മനസ്സിലാക്കിയെടുത്ത് എങ്ങനെയാണ് കീർത്തികുമാർ എന്ന് പറയുന്ന ആളൊരു കീർത്തികുമാർ ഗുരുക്കളായി മാറിയത്? അതൊരു നല്ല ചോദ്യം. ഞാൻ ഇപ്പോഴും കീർത്തികുമാർ തന്നെയാണ്. ഈ ഗുരുക്കൾ എന്നുള്ളത് എന്നെ വിളിക്കുന്നതല്ല, അതൊരു ബഹുവചനമാണ്. ശ്രദ്ധിച്ചോ, കീർത്തികുമാർ ഗുരുജി എന്നല്ല. ഗുരുക്കളെ എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിൽ നിൽക്കുന്ന ബഹുവചനം, എൻ്റെ പുറകിലുള്ള തലമുറകളുണ്ട്. ഓ, അങ്ങനെയാണ്. ഇത് എന്നെ വിളിക്കുന്ന പേരല്ല. സാധാരണ കളരിക്കാരൊക്കെ ഗുരുക്കളുടെ പറയും. അല്ല, എല്ലാ കളരിക്കാരെയും അവരുടെ പരമ്പരയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഗുരു എന്നല്ല പറയുന്നത്, ഗുരുക്കൾ. ഗുരു എന്നല്ല, ഗുരുക്കളെ. ഞാനിപ്പോഴും അങ്ങനെ പറഞ്ഞപ്പോഴും ഞാനൊരു ഏകവചനത്തിലാട്ടോ എൻ്റെ മനസ്സിൽ. അതെ, പക്ഷെ അത് ബഹുവചനമാണ്. ഈ ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിന് കാരണക്കാരായ നിരവധി പേര് എൻ്റെ പുറകിലുണ്ട്. അവരെയാണ്, ആ പരമ്പരയാണ് സ്മരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ ഗുരുക്കളായതല്ല, മറ്റുള്ളവർ എന്നെ അങ്ങനെ വിളിക്കുന്നതാണ്. ഗുരുക്കൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക നമ്മളിപ്പോൾ ജയിച്ചു MLA ആയി, ആ ഒരു അങ്ങനൊരു സ്ഥാനമല്ല. ആരൊക്കെയോ വന്ന് അവരുടെ കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് അവരിങ്ങോട്ട് വിളിക്കുന്നതാണ്. ഞാൻ എന്നെ ഒരിടത്തും സ്വയം ഗുരുക്കളെന്ന് അവകാശപ്പെടാറില്ല. കീർത്തികുമാർ എന്ന് തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നെ അതിശയിപ്പിച്ചത്, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 സ്വന്തം നടുവേദന കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ആൾ 11 വർഷം കഴിഞ്ഞ് 2016 ബാക്കിയുള്ളവരുടെ എല്ലാം നടുവേദന മാറ്റുന്ന ഒരു മാന്ത്രികതയിലേക്ക് വന്നത് എങ്ങനെയാണെന്നറിയാം. നടുവേദന മാത്രമല്ല, അതെ, ആ കഥ കേൾക്കാൻ എനിക്ക് കഥ. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ആ കാലത്ത് എനിക്ക് കടുത്ത നടുവേദന പിടിപെട്ടു. ഈ നടുവേദനയ്ക്ക് ഞാൻ പലയിടത്തും ചികിത്സിച്ചു. അപ്പോൾ ഈ തകരാറ് ഡിസ്ക് തേഞ്ഞു പോയി. എനിക്കൊരു 23-24 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ആ സമയത്ത് ഡിസ്ക് തേഞ്ഞു പോയി എന്ന് പറയുമ്പം നമ്മുടെ എന്താ പറഞ്ഞേ, ഒരു ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ജീവിതം തുടങ്ങിയിട്ടില്ല. കാണുന്നവരൊക്കെ ഇങ്ങനെ പറയാം, അടുത്ത കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, താടിക്ക് കൈവച്ചിട്ട് പറയൂ, ഇത്ര ചെറുപ്പത്തിലേ പോയി, ഇനിയിപ്പോൾ കല്യാണമൊന്നും കഴിക്കണ്ട, ഒന്നിനും കൊള്ളത്തില്ല. ഇങ്ങനെ പറഞ്ഞ പല മുഖങ്ങളും എൻ്റെ മുമ്പിലേക്ക് വരിക. ഇനിയിപ്പോ തറയിൽ കിടന്നു, ഒന്നിനും കൊള്ളത്തില്ല,
പിള്ളേർ കബഡി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഇവർ തമ്മനത്തൊരു സ്ഥലത്ത് കബഡി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കയറി ചെന്നത്, എന്നെ പിടിക്കാൻ വന്ന ആട് സിനിമയിലെ ഷാജി പാപ്പിന്റെ ഓർമ്മ ഉണ്ട്. അത് തന്നെ. പിന്നെ എടാ ചേട്ടനെ പിടിക്കല്ലേ, ചേട്ടന് നടുവ് വെട്ടിയ ആളാന്ന് കബഡി കളിക്കുമ്പോൾ നമ്മുടെ എതിർ ടീമുകാർ പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ മാനസികമായിട്ട് തളർന്ന് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത സമയത്ത് പിന്നെന്തിനാ ജീവിക്കുന്നത്? ആ സമയത്താണ് ഒരു വ്യത്യസ്തനായ മനുഷ്യൻ എൻ്റെ മുമ്പിൽ പെടുന്നത്. ഞാൻ ഒരിടത്തും അദ്ദേഹത്തിനെ ഇതേവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. തൃപ്പൂണിത്തറയിൽ നിന്നാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ ചവറ തെക്കുംഭാഗത്തിനടുത്ത് പാവുമ്പ സ്വദേശിയായിരുന്നു. ഒരു വ്യത്യസ്തനായ മനുഷ്യൻ, ഒരു സാഹിത്യകാരൻ. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് സാഹിത്യകാരനാണോ എന്ന് ചോദിച്ചാൽ ആണ്, വൈദ്യനാണോ എന്ന് ചോദിച്ചാൽ ആണ്, ജ്യോതിഷനാണോ എന്ന് ചോദിച്ചാൽ ആണ്, സകലതും പറയാൻ പറ്റുന്ന ഞാൻ കണ്ട ഏറ്റവും സ്നേഹസ്വരൂപനായ ഒരു മനുഷ്യൻ. അപ്പം എനിക്ക് പുകവലിക്കുന്നത് ഇഷ്ടമല്ല, മദ്യം കഴിക്കുന്നവരും ഇഷ്ടമല്ല. ഈ വന്ന ആൾ ലേശം കഴിച്ചിട്ടുണ്ട്, പുകവലിച്ചു. ഈ പുകവലിക്കുന്നതും മദ്യം കഴിക്കുന്നതൊക്കെ ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റായിട്ട് കരുതിയിരുന്ന കാലമാണ്. അദ്ദേഹത്തിനോട് എതിർത്തു, ഉടക്കി. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴേണ്ട ഒരവസ്ഥ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തു. ഒരു നടുവിന് 2 കരണത്ത് ഓരോ അടി, നടുവിനൊരു ചവിട്ട്. എൻ്റെ നടുവേദന ഇന്ന് വരെ പിന്നീട് വന്നിട്ടില്ല. ഓ, അദ്ദേഹം മരിച്ചു പോയില്ലേ ശ്രീകുമാർ? അദ്ദേഹം മരിച്ചു. അയ്യോ, എനിക്കറിയാം അദ്ദേഹത്തെ. പറയൂ ഒരു അമരകഥ എന്ന പുസ്തകം എഴുതിയ മഹാനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രകളൊക്കെ ഇപ്പോഴും നിഗൂഢവും രഹസ്യമാണ്. അദ്ദേഹം ഉജ്ജയിൻ മഹാകാലേശ്വറിൽ വർഷങ്ങളോളം താമസിച്ച് പല അറിവുകളും നേടിയ ഒരു വ്യക്തിയാണ്. ഈ ഉജ്ജയിൻ മഹാകാലേശ്വറിലാണ് ശ്രീകൃഷ്ണനും താമസിച്ചത്. ശ്രീകൃഷ്ണന്റെ സാന്ദീപനി ഗുരുകുലം ഈ ഉജ്ജയിൻ മഹാകാലേശ്വറിലായിരുന്നു. അവിടെ അതിന്റെ തിരുശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അതിന്റെ തിരുശേഷിപ്പുകളൊന്നുമില്ല. പക്ഷെ ചരിത്രത്തിൽ കഥകളിൽ ഉജ്ജയിൻ മഹാകാലേശ്വറിലാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടുന്നാണ് അദ്ദേഹം വരുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ ഇടയിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും അറിയപ്പെട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അഘോരി എന്ന് വിളിക്കാൻ തുടങ്ങി. ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത് അതിനകത്ത് ജ്യോതിഷ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു മദ്യത്തിന് അഡിക്റ്റായ ഒരു വ്യക്തിയല്ല, മദ്യപാനിയല്ല. പക്ഷേ മദ്യം കഴിച്ചാൽ അദ്ദേഹം കുപ്പിക്കണക്കിന് കഴിക്കുന്നതും കാണും. 6 മാസത്തിലൊരിക്കലൊക്കെ ഒരു 2-3 ദിവസം അദ്ദേഹം മദ്യത്തിൽ മുങ്ങി നടക്കും. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കൂടുതൽ അറിവുകൾ കിട്ടുന്നത്. പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് അതിജീവിച്ചു പോകാൻ. എനിക്കൊരു 5-ൽ കൂടുതൽ തവണ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസരത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അഘോരി ശ്രീകുമാർ എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്, ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അദ്ദേഹം ഒരു ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ. തന്ത്രശാസ്ത്രത്തിനെക്കുറിച്ച് ഏറ്റവും കയ്യടക്കത്തോടുകൂടി എഴുതിയിരിക്കുന്ന ലോക ഭാഷയിൽ, ഇത് ഇംഗ്ലീഷിലേക്കും മറ്റു പല ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 8ഓളം ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം. അദ്ദേഹമാണ് എനിക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തരുന്നത്. എൻ്റെ അച്ഛൻ്റെ കുടുംബം വൈദ്യന്മാരായിരുന്നു. പക്ഷേ ഞാൻ ആ പാരമ്പര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നത് ഈ എം ശ്രീകുമാർ എന്ന് പറയുന്ന, ഞങ്ങൾ ശ്രീഗുരു എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അത് തന്നെയല്ലേ ഗുരുകുലത്തിന് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകൾ പലരും അവിടെ വന്ന് രോഗം മാറിയവരാണെന്ന് ഇന്ന് ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു. അതെ, നമുക്ക് ഇപ്പോൾ അവിടെ ഏതാണ്ട് 80ഓളം സ്റ്റാഫുകളുണ്ട്. അതിനകത്ത് കൃത്യെണ്ണം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആലോചിക്കണം. എങ്കിലും ഒരു 50-നടുപ്പിച്ച് വ്യക്തികൾ ചികിത്സിച്ച് സുഖപ്പെട്ടവരാണ്. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് ആധുനിക വൈദ്യശാസ്ത്രം എഴുതി തള്ളിയ വ്യക്തികളാണ് അവിടെ എൻ്റെ കൂടെ നിന്ന് ചികിത്സിക്കുന്നവർ. രാഖി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, നർത്തകിയായിരുന്നു. രാഖിക്ക് നല്ല രീതിയിൽ ചികിത്സ എൻ്റെ അടുത്തുനിന്ന് ആ കളരി മുറകളിലുള്ള ചികിത്സാക്രമങ്ങൾ പഠിച്ചിട്ടുണ്ട്. രാഖി ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞതാണ്. അതുമാത്രമല്ല, അങ്ങനെയുള്ള ചെറുപ്പക്കാരെ കളരിയിൽ നിർത്തി പഠിപ്പിച്ച് എൻട്രൻസ് എഴുതിയിട്ട് അവരെ
കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്, BAMS പഠിപ്പിക്കുന്നുണ്ട്. ആ ആ ആ ആ ഈ വർഷം എൻട്രൻസ് എഴുതി കുറച്ച് പേര്. അടുത്ത വർഷത്തേക്കുള്ള എൻട്രൻസ് എഴുതാനുള്ള ഇങ്ങനെ വന്ന ഗ്രൂപ്പിന് ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞു വന്നവരെ ചികിത്സിച്ച് സുഖപ്പെടുത്തി വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. കളരിയിലും നിർത്തി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ ഏറ്റവും ക്യൂരിയസ് ആയി നിൽക്കുന്ന ഒരു തലം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊക്കെ ഇതിനോടുള്ള ഒരു സമീപന രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. അതായത് ചെറിയ കുട്ടികളൊക്കെ നിങ്ങളുടെ രോഗികളായി വന്ന് അതിനുശേഷം ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ടെസ്റ്റിമോണിയൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം പലപ്പോഴും ആൾക്കാർക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള പരാതിയുണ്ട്. കാരണം അവിടെ വന്നാൽ അപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ കിട്ടണം എന്നില്ല, വളരെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ള പല പരാതികളും കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആൾക്കാരുടെ എണ്ണം കൂടുതൽ കൊണ്ടും അല്ലെങ്കിൽ ചികിത്സാ രീതിയുടെ പ്രത്യേകത കൊണ്ടും ഒക്കെയാണ്. അവിടെ തന്നെ രോഗം ഭേദമായ, ഇപ്പോൾ സതീഷ് പറഞ്ഞ രോഗം ഭേദമായവർ തന്നെ അവിടെ തന്നെ ജോലി എടുക്കുന്നു, അവിടെ ഒരു കമ്മ്യൂണായി ജീവിച്ചു തുടങ്ങുന്നു. ഇതിൻ്റെ ഒരു സമീപന രീതി എന്താണ്? എന്താണ് അങ്ങയുടെ ആ സമീപനത്തിൻ്റെ തലമെന്ന് അറിയാൻ ആഗ്രഹം. രോഗം അവസാനമല്ല, ചികിത്സ കച്ചവടവുമല്ല. ഇതാണ് ഇതിൻ്റെ സമീപനം. എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനൊരു കൊടുക്കൽ വാങ്ങലില്ലാതെ അല്ലെങ്കിൽ ഇതിലൊരു ലാഭമില്ലാതെ നമുക്കിതിൻ്റെ ഒരു വളർച്ചയുടെ തലം പരിമിതപ്പെട്ടു പോകില്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ കച്ചവടം, ചികിത്സ ഒരു കച്ചവടമല്ല. പക്ഷേ ഇന്നത്തെ പോലുള്ള എല്ലാ സമൂഹത്തിലുള്ള എല്ലാവർക്കുമുള്ള എല്ലാ ചെലവുകളും ഞങ്ങൾക്കുണ്ട്. ചികിത്സ കച്ചവടമല്ല എന്ന് ഉദ്ദേശിക്കുന്നത് പണമില്ലാത്തവനെയും ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും. വരുന്ന എല്ലാവരെയും പണത്തിന് വേണ്ടി, പണമില്ല എങ്കിൽ പോലും ആരെയും ചികിത്സിക്കാൻ പറ്റും. ഇപ്പോൾ ചില വ്യക്തികൾക്ക് വർഷത്തിൽ 3 പ്രാവശ്യം 3 വർഷത്തോളം, അതായത് 21 ദിവസം വെച്ച് വർഷത്തിൽ 3 പ്രാവശ്യം, അങ്ങനെ 4 പ്രാവശ്യം, അങ്ങനെ അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും 21 ദിവസം വെച്ച് 3 വർഷത്തേക്ക് ചികിത്സിക്കേണ്ട ചില അവസ്ഥകളുണ്ട്. പണമില്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ തള്ളിക്കളയത്തില്ല. ഇന്നൊരു സ്ത്രീ അവരുടെ ഭർത്താവിന് വൃക്കരോഗമാണ്, അവർക്ക് ഇവരുടെ വൃക്ക കൊടുക്കണം. അവർ പല സ്ഥലത്തും പോയപ്പോൾ അവർ പറഞ്ഞു ഭാരം കുറയ്ക്കണം, 20 കിലോ ഭാരം കുറയ്ക്കണം. എങ്ങനെ ഭാരം കുറയ്ക്കണം? അതിനവർ പല രീതിയിലും പരിശ്രമിച്ചു നോക്കി, ഭാരം കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കിത് കൊടുക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും അവർക്ക് 3 ലക്ഷം രൂപ പാക്കേജുകളാണ്. ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കി, നിങ്ങൾ ഒരു പണവും തരണ്ട, നിങ്ങളുടെ ഭാരം കുറച്ചിട്ട് വിടാം. കാരണം നിങ്ങൾ ഖദീജയെന്നോ മറ്റോ ആണ് അവരുടെ പേര്. അവർക്ക് ആ അവയവം കൊടുക്കുന്നതിനകത്ത് വലിയ വെല്ലുവിളികൾ ഉണ്ടായി വന്നിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്നൊക്കെ ആരോ അവരോട് പറഞ്ഞു കൊടുത്തു. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് സ്വന്തം ഭർത്താവിന് സ്വന്തം ശരീരം പകർന്നു കൊടുക്കുന്ന ഒരു ഭാര്യയെ അവരുടെ ആ നിർണായകമായ സമയത്ത് പണം വാങ്ങാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ അർത്ഥത്തിലാണ് ചികിത്സ കച്ചവടം. അവിടെ വന്നാൽ പണമില്ലെങ്കിലും നിങ്ങളെ ചികിത്സിക്കും, പണമല്ല അവിടെ പ്രധാനം. പക്ഷേ ഞങ്ങൾ നല്ല സംരംഭകരുമാണ്. ഞങ്ങൾ ഈ ചികിത്സയിലൂടെ വന്ന പണം ആ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ അവിടെ തന്നെ ചെലവഴിക്കുന്നവരാണ്. ഏകദേശം 100 കോടിയുടെ ടേൺ ഓവർ ഉള്ളൊരു. ഉറപ്പായിട്ടും കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞങ്ങൾക്കുണ്ടായത് അത്രയും വലിയൊരു വർധനമാണ്. ഈ പണം ഒന്നും വ്യക്തിപരമായ ഉപയോഗത്തിന് അല്ല ഉള്ളത്. ഗുരുകുലം ഒരു ട്രസ്റ്റാണ്. ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും അവകാശമില്ലാത്ത ഒരു ട്രസ്റ്റാണ് ഗുരുകുലം. ഞാൻ അതിൻ്റെ സ്ഥാപകൻ ആയതുകൊണ്ടാണ് എനിക്ക് അത്ര ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ ആശയപരമായിട്ടുള്ള ആ നിലപാടിൽ നിന്ന് അതൊരിക്കലും മാറിയിട്ടില്ല. അപ്പം പണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പണത്തിനെക്കുറിച്ച് ഈ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം, പണം ചാണകം പോലെയാണ്. ചാണകത്തിൻ്റെ പ്രത്യേകത എന്താ? ചാണകം വളരെ പവിത്രമാണ്, മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കും. പക്ഷേ ആ ചാണകം കലക്കി ഒഴിച്ചുകൊണ്ട് ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നാൽ എന്നെ ഇവിടെ ഇരുത്തത്തില്ല. ആ ചാണകം കരിച്ച് ഭസ്മമാക്കി അതിൽ നിന്ന് അല്പം തൊട്ടുകൊണ്ട് വന്നാൽ ചിലപ്പോൾ എനിക്കൊരു അകത്തേക്കൊരു പ്രവേശനം കിട്ടിയേക്കാം.
പണത്തിനെ കാണേണ്ടത് ചാണകം പോലെയാണ്. അത് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ കൃഷിക്ക് ഉപയോഗിക്കണം. എവിടെ ഉപയോഗിക്കണം? വാഴക്കിട്ട് കൊടുത്താൽ വാഴ ചെയ്യും, കപ്പക്കിട്ട് കഴിഞ്ഞാൽ കപ്പ കഴിക്കും. അപ്പൊ കാലവും സന്ദർഭവും നോക്കി വേണ്ട സ്ഥലത്ത് ഉപയോഗിച്ചാൽ നല്ല വിളവ് കിട്ടും. ചാണകം വഞ്ചിയിൽ കയറിയ വെള്ളം പോലെയാണ് പണമെന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞു. കോരിക്കളഞ്ഞു വേണം, അല്ലെങ്കിൽ വഞ്ചി മുങ്ങിപ്പോകും. ഞങ്ങളുടെ സാമ്പത്തിക ദർശനം ഇങ്ങനെയാണ്. ഈ കിട്ടുന്ന പണം തന്നെയാണ് അവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. എന്നാൽ ഇത് അന്നദാനം അല്ല ഞങ്ങൾ നടത്തുന്നത്, ദാനമല്ല, വരുന്നവരുടെ ഒരു അവകാശമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ അന്നദാനം നടത്താറില്ലല്ലോ. നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്ക് ആഹാരം കൊടുക്കും. 2 നേരം 3 നേരമൊക്കെ ആഹാരം കൊടുക്കും. അപ്പം ഈ പണമെല്ലാം അവിടെ വരുന്ന പണമാണ്. ഇന്നലെ വന്നവൻ്റെ പണമാണ് ഇന്ന് വന്നവൻ ഭക്ഷിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സാമ്പത്തിക ദർശനം. ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയും: വിധായാസ്യ ധർമ്മസ്യ സംരക്ഷണം. ഒരു ധർമ്മത്തിനെ സംരക്ഷിക്കാൻ, ഞങ്ങളിൽ നിക്ഷിപ്തമായ ധർമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ധർമ്മമാണ് വൈദ്യം, പാരമ്പര്യമായിട്ടുള്ള ഈ വൈദ്യം. ഞാനൊരു ഡോക്ടറോ ബിരുദധാരിയോ ഒന്നുമല്ല. എങ്ങനെയൊക്കെയോ എൻ്റെ കയ്യിലേക്ക് വന്ന ഈ അറിവുകളെ അതിൻ്റെ സമഗ്രമായ രൂപത്തിൽ തനിമ നഷ്ടപ്പെടാതെ ശരിയായിട്ടുള്ള സ്ഥലത്ത് ശരിയായ വ്യക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഈ സമീപനത്തിൻ്റെ പ്രത്യേകത പറയുമ്പോഴേ ഞാൻ വേറൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഡോക്ടർമാരുടെ ഒരു സേവനം തന്നെ, ഒരു ഗ്രൂപ്പ് തന്നെ, അല്ലെ ആധുനിക ശാസ്ത്രത്തിലുള്ള ആളുകളുടെ, അറിവുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ സേവനത്തിലുണ്ടല്ലോ. എന്ന് വെച്ചാൽ പല പല ആയുർവേദ മരുന്നുകളും ടെസ്റ്റ് ചെയ്ത് നോക്കാനും ലാബിൽ കൊടുക്കാനും അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് വീണ്ടും അത് ചികിത്സിച്ച് ഫലപ്പെടുത്താനും ഉള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ അവിടെ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഗുരുകുലത്തിൽ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതെങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഒരു മരുന്ന്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാട്ടറിവുകളോ പാരമ്പര്യ അറിവുകളോ എടുത്ത് അപ്പടി വിഴുങ്ങിയല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ കഷായം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു, കഷായം നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പലരും ചോദിച്ചു അതെന്തിനാ? ടെസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ആ കഷായം ടെസ്റ്റ് ചെയ്തു. ഇതൊരു 9 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. കഷായം പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഗുരുതരമായ രാസഘടകങ്ങളുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയ കഷായത്തിൽ അതിനുള്ള അറിവ് എവിടെ നിന്ന് കിട്ടിയതാ? മെർക്കുറി, ലെഡ് തുടങ്ങിയ സാധനങ്ങൾ. കഷായം ഉണ്ടാക്കാനുള്ള അറിവ് അതെ, കഷായം ഉണ്ടാക്കാനുള്ള അറിവ് പാരമ്പര്യമാണ്. ആ പാരമ്പര്യമായ അറിവ് വെച്ചുള്ള കഷായം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഈ ഘനലോഹങ്ങളുടെ സാന്നിധ്യം, മെർക്കുറിയൊക്കെ, ഇത് പരിശോധിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ, ഏത് ദ്രവ്യത്തിൽ നിന്നാണ് അത് വന്നതെന്നറിയാൻ ഞങ്ങൾ ഓരോന്നിനെ എടുത്ത് പ്രത്യേകം കഷായം ഉണ്ടാക്കി. 12 ചെടികളുണ്ടെങ്കിൽ 12 ചെടികളെയും പ്രത്യേകം എടുത്ത് അതിൻ്റെ ആ കഷായം ഉണ്ടാക്കിയിട്ട് അത് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ആവണക്കിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ ആവണക്ക് എന്ന് പറയുന്ന ചെടി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മാലിന്യങ്ങൾ ഉണ്ടാകുന്നിടത്ത് സ്വാഭാവികമായിട്ടും വളർന്നു വരുന്നതാണ്. നമ്മളിപ്പോൾ എറണാകുളം പട്ടണത്തിൽ നോക്കിക്കോളൂ, മാലിന്യക്കൂമ്പാർ എവിടെയുണ്ടോ അവിടെ ആവണക്ക് തനിയെ കിളിച്ചു വരും. ഈ ആവണക്ക് ഭൂമിയിലെ വിഷങ്ങളെ വലിച്ചെടുക്കും. നമ്മൾ ചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആവണക്ക് എടുക്കരുത് എന്ന് ഒരു വിലക്കുണ്ട്. ശ്മശാനങ്ങളിലെയും പാതയോരങ്ങളിലെയും ചപ്പുചവറുകൾ ഇടുന്നിടത്തും എവിടെ വളരുന്നു കിളിക്കുന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഞങ്ങളിപ്പോൾ അതുകൊണ്ട് സഹ്യപർവ്വതത്തിൻ്റെ അങ്ങേ ചെരുവിൽ പോയി ആവണക്കെടുക്കുന്നത്. ഇങ്ങേ ചെരുവിൽ മൊത്തം വിഷം നിറഞ്ഞിരിക്കുക. ഈ റബ്ബർ തോട്ടങ്ങളിൽ അടിക്കുന്ന മരുന്നുകൾ ചെറിയ അരുവികളിലൂടെയും വെള്ളത്തിലൂടെയും മനുഷ്യൻ കൊണ്ടിടുന്നതുമായ അഴുക്കുകളൊക്കെ വരുമ്പോൾ ഈ ആവണക്കാണ് അത് ഭക്ഷിക്കുന്നത്. അപ്പൊ ഈ അങ്ങാടി പച്ചമരുന്ന് കടയിൽ നിന്ന് മരുന്ന് മേടിച്ച് കഷായം വെക്കരുതെന്നല്ലേ അതിന്റെ? അങ്ങനെ അല്ല, ജനറലായിട്ടല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അപ്പൊ പിന്നീട് ഞങ്ങള് ഓരോ തവണയും മരുന്ന് കഷായം ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അത് പരിശോധിച്ച് ആ റിപ്പോർട്ട് നോക്കിയിട്ട് മാത്രമേ ആ ബാച്ചിലെ മരുന്നുകൾ കഴിക്കാൻ കൊടുക്കൂ. അതുകൊണ്ട് ഇന്നു വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കീർത്തികുമാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. കീർത്തികുമാർ പകർന്നു നൽകുന്ന ഒരു സാന്ത്വനമുണ്ട്. ഇത് ഇപ്പം അങ്ങയോട് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ സിദ്ധി
ആവശ്യമുള്ളവർക്ക് എല്ലാം പകർന്നു നൽകാൻ അങ്ങ് തുറന്ന മനസ്സോടുകൂടി ഇരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പെരുമ്പാവൂരുള്ള ഗുരുകുലം ഇത്തരത്തിലൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് പടർന്ന് പന്തലിക്കട്ടെ. അത് ഒരുപാട് പേർക്ക് സുഖവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു മന്ത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നന്ദി സർ.